ഹലോ, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ കൊണ്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഉള്ളത് പാലക്കാട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനും ശ്രീയേട്ടനും കുഞ്ചിയാണ് ഉള്ളത്. നമ്മൾ കോയമ്പത്തൂരൊക്കെ പോയിട്ട് വരുന്നൊരു വഴിയാണ്. അപ്പോൾ അതേ കണ്ടോ, ബോർഡ് ഉണ്ടോ നിങ്ങൾ? NMR ബിരിയാണി ഹൗസ്. നല്ല ഫേമസ് ആയിട്ടുള്ള ബിരിയാണി ആണെന്നാണ് നമ്മൾ കണ്ടത്. അപ്പം അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഓർഡർ കൊടുത്തത് ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ തലശ്ശേരി ബിരിയാണി, പിന്നെ നമ്മുടെ ബീഫ് ബിരിയാണി, അങ്ങനെ 3 ടൈപ്പ് ബിരിയാണിയാണ് നമ്മൾ എടുത്തത്. അവിടെ മട്ടൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. നമ്മളൊരു 3:30-4 മണിയായപ്പോഴാണ് ചെന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസാണ് ഈ പറയുന്ന നമ്മുടെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ ഉള്ള സാലഡ് ഉണ്ടാവും, പിന്നെ തൈരൊക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ അച്ചാർ. അപ്പം ശ്രീയേട്ടൻ ബിരിയാണി ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവർ രണ്ടുപേരും ഓർഡർ ചെയ്തത് NMR സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ്. അപ്പോൾ ശ്രീയേട്ടൻ്റെ ചിക്കൻ ബിരിയാണിയാണ്, അവളുടെ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതാണ് അവൾ കഴിക്കുന്നത്. ചിക്കൻ ഏട്ടനും ബിരിയാണി ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അവൾ കാന്താരി ചിക്കനാണ്, നമ്മൾ കാന്താരി ചിക്കൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല എരിവാണെന്നാണ് അവളുടെ എക്സ്പ്രഷനിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ടേൺ വന്നു. ഞാൻ തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ശരിക്കും അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് NMR ബിരിയാണി ആണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് 3 ഫ്ലേവർ ഓർഡർ ചെയ്താൽ അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്നാമത്തെ തലശ്ശേരി ബിരിയാണിയാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഞാൻ ചിക്കൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ നോക്കി, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണിക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ അവർക്ക് എന്തോ വഴുതനങ്ങയുടെ ഒരു കറിയും, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ കുറേ പേര് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിക്കൻ്റെ. അപ്പോൾ പിന്നെ അതേ നമ്മൾ ശ്രീയേട്ടന് ആ കാന്താരീൻ്റെ ജസ്റ്റ് എന്തുമാത്രം അതിലെ മസാലയും കാര്യങ്ങളൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് കാണിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. പിന്നെ നമ്മളൊരു ചിക്കൻ ചില്ലിയും കൂടി ഓർഡർ ചെയ്തു. അത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളതാണ്. നോർമലി നമ്മൾ ഇപ്പം പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫ്ലേവർ അല്ല അതിന് വരുന്നത്. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലതായിരുന്നു, ഞാനും കഴിച്ചു നോക്കി, എനിക്കും ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു ബിരിയാണിയും കൂടി വാങ്ങിയെന്ന് തോന്നിയത്. കാരണം കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഒന്നും കൂടി കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ എക്സ്ട്രാ റൈസ് ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് റൈസും കൂടി ഓർഡർ ചെയ്തു. അതാണ്. അപ്പോൾ അതിൽ ചിക്കൻ പീസ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ നല്ല മസാലയും അതുപോലെ തന്നെ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് വെന്ത് പറ്റില്ല. അവസാനം നമ്മളത് കംപ്ലീറ്റ് ചെയ്തു 3 എണ്ണവും. അപ്പോൾ അടിപൊളിയായിരുന്നു ബിരിയാണി, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് അതിൻ്റെ ആ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ബിൽഡിങ്. അതുപോലെ എമൗണ്ട് വന്നിട്ട് 760 ആണ് ആയിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിരുന്നു.